ഞാൻ ഉറപ്പിച്ച് പറയും, നിങ്ങൾ അജിംസ് ആലോചിക്കേണ്ട കാര്യമാണ്. ഛത്തീസ്ഗഡിൽ 2 നൺസിനെ അറസ്റ്റ് ചെയ്തു ആണല്ലോ. ആ നൺസിന് പകരം ഒരു ഓർഡിനറി ക്രിസ്ത്യൻ ആയിരുന്നു നിൽക്കട്ടെ, ഒരു മിഷണറി വർക്കുമായിട്ട് പോകുന്ന. ഇപ്പം നോക്കൂ, ആർട്ടിക്കിൾ 25-ഉം 26-ഉം ഫ്രീഡം ഓഫ് റിലീജിയൻ തന്നിട്ടുണ്ട്. അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഈ രാജ്യത്തുണ്ട്. അങ്ങനെ പോകുന്ന 2 പേരാണെന്നിരിക്കട്ടെ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു അവർക്ക് ബെയിലും കിട്ടത്തില്ല, അവരും കൊണ്ട് വരത്തുമില്ല. ഇത്രയും പ്രതിഷേധവും ചിലപ്പോൾ ഉണ്ടാകുന്നു വരില്ല. ഇതൊരു സത്യമാണ്. കാര്യം അത് നൺസ് ആയതുകൊണ്ട് ഈ പറയുന്ന ഇവരുടെ ഹയർ എഷിലോണിലുള്ള ആൾക്കാർ പെട്ടെന്ന് ഇടപെടുകയും പെട്ടെന്ന് അമിത്ഷായെ വിളിക്കുന്നു, ജോർജ് കുര്യനെ വിളിക്കുന്നു. അങ്ങനെ ആക്സസ് ഉള്ളതുകൊണ്ടാണ്. ആക്സസ് ഇല്ലാത്ത എത്രയോ മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. എത്രയോ പേര് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ വിഷയത്തിന് ശേഷം നമ്മൾ കണ്ടത് അതിന് ഒരു ആഴ്ച കഴിഞ്ഞപ്പം ഓടിച്ചിട്ടടിക്കുന്ന സീനുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പം BJP അല്ലെങ്കിൽ സംഘപരിവാറോ ചെയ്യുന്നത്, ഇവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവരെ ഒന്ന് പ്ലക്കേറ്റ് ചെയ്യാനായിട്ട്, ഒന്ന് പാസിഫൈ ചെയ്ത് വിടാനായിട്ട് ഇവർ കുറേ കാര്യങ്ങൾ പറയും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലേക്ക് മാറും. ഇതേ ചർച്ച നമ്മൾ നേരത്തെ നടത്തിയല്ലേ. ഇതേ ചർച്ച നോക്കൂ, BJP-യുമായിട്ട് ചേരുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയും, അല്ല BJP-യുമായിട്ട് ചേരുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നൊരു വിഭാഗം ആൾക്കാർ പറയും. അവർ വലിച്ചു നിർത്തി കുനിച്ചു നിർത്തി ഇടിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഞങ്ങൾ പറയും ഞങ്ങളുടെ പ്രതിഷേധമാണെന്ന് പറയും. ആ പ്രതിഷേധം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് വീണ്ടും അമിത്ഷായുടെ അടുക്ക പോയി ചായയും വടയും കഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇടിമേടിക്കും. ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇടിമേടിക്കുന്നതിനകത്ത് കാര്യത്തിൽ പോലും എനിക്കൊരു സംശയമില്ല. എനിക്കും അജിംസിനും ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു ഭൂരിപക്ഷ മതരാഷ്ട്രത്തിൻ്റെ ചിന്തയുള്ള ഒരു രാഷ്ട്രീയം ഭരിക്കുന്ന ഒരു നാട്ടിൽ എനിക്കും അജിംസിനും ഒക്കെ, ഇപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധി ആര്, അവർക്കൊക്കെ അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ചോദിച്ചു മേടിക്കാൻ, നമ്മൾ അതിനെ എതിർക്കാൻ, ഇങ്ങനൊരു അപകടം നമ്മുടെ മുന്നിലുണ്ട് എന്ന് വ്യക്തമായ മനസ്സിലാക്കിയ ശേഷവും ആ രാഷ്ട്രീയത്തോട് ചേർന്ന് അധികാരത്തുമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് ഉള്ള ശ്രമം നടത്തുന്ന ഒരു വിഭാഗം ഇവിടെ വന്നുവിട്ടിട്ടുണ്ട്. അതിനെ എതിർക്കുന്ന ഒത്തിരി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ബിഷപ്സിനെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അധികാരത്തോട് ചേർന്ന് നിൽക്കാനും ഒക്കെയുള്ള, ഇവരെ പാസിഫൈ ചെയ്ത് നിർത്താനും ഒക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട്. കേരളത്തിലെ പല സന്ദർഭങ്ങളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് BJP ചെയ്യാൻ പറ്റില്ല. ഇവർ വിചാരിച്ചിരിക്കുന്ന അമിത്ഷായെ നരേന്ദ്രമോദിയെ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും, അവർ ഏതെങ്കിലും ചെയ്തു കൊടുക്കുന്ന അവരുടെ അടിസ്ഥാന രാഷ്ട്രീയം ഇല്ലാതാകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവർ പറയുന്ന ബിഷപ്പുമാരും അല്ലെങ്കിൽ ഇവിടുത്തെ പള്ളിയിലച്ചന്മാരും ഇവിടുത്തെ നൺസും പോയി അവർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് ഈ പറയുന്ന ആൾക്കാർ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം BJP എന്ന് പറയുന്ന അടിസ്ഥാന രാഷ്ട്രീയം ഇല്ലാതായിരിക്കുന്നു. ഇല്ലാതാക്കിയാൽ മാത്രമേ അവർക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യം ഇവരെ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്.